അഹമ്മദ് മുസ്തഫ കൂടി ചേരുകയാണ്. മുസ്തഫ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കം ഒരു അനുകൂല തീരുമാനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഉണ്ടായിട്ടുള്ളത്. അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാം. കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച ഉപാധികൾ അത് കർശനമായി തന്നെ പാലിക്കണം എന്ന നിർദ്ദേശം കൂടി കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച കണ്ടാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഹർജിക്കാരുടെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ? ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഇതിന്റെ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഉപാധികൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുക. ആ വിഷയത്തിൽ കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ സംഗമം നടത്തേണ്ടത് എന്ന് കൃത്യമായി തന്നെ അതിന് അനുമതി നൽകിക്കൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത്, സാധാരണഗതിയിലുള്ള അയ്യപ്പ ഭക്തരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ശബരിമലയുടെ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഭൂമിയാണ്, ശബരിമലയുടെ പമ്പ നദി ഉൾപ്പെടെയുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പരിസ്ഥിതിക്ക് ദോഷകരമായ രൂപത്തിലോ അല്ലെങ്കിൽ ശബരിമലയുടെ പവിത്രതയെ ബാധിക്കുന്ന രൂപത്തിലോ ആകരുത് സംഗമം നടത്തരുത്. ഒപ്പം തന്നെ സാമ്പത്തികമായ സുതാര്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്തിൽ ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ട ഒരു വാദം, ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് കൃത്യമായി തന്നെ അക്കൗണ്ട് സൂക്ഷിക്കണം. വരവ് ചിലക്ക് എത്ര രൂപ പിരിച്ചു, ഒപ്പം തന്നെ ഏതൊക്കെ രൂപത്തിൽ ഇത് ചെലവഴിക്കപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായി അക്കൗണ്ടിലേക്ക് വരുന്ന വിവരങ്ങൾ സംബന്ധിച്ച് ഒരു സുതാര്യത വേണമെന്ന് കോടതി വളരെ കർശനമായി തന്നെ, പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ പവിത്രത അതോടൊപ്പം തന്നെ പരിസ്ഥിതി വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഹൈക്കോടതിയിൽ പ്രധാനമായി വന്ന വാദം എന്ന് പറയുന്നത് തന്നെ സാമ്പത്തിക സുതാര്യത സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ശബരിമലയുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിന് പുറമെ ധനലക്ഷ്മി ബാങ്കിൽ പ്രത്യേകമായി അക്കൗണ്ട് തുറന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് സാമ്പത്തികമായ സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തുകയും അത് ഏതൊക്കെ രൂപത്തിൽ ചെലവഴിക്കപ്പെട്ടു എന്നുള്ള കണക്കുകൾ കൃത്യമായി തന്നെ സൂക്ഷിക്കുകയും വേണം എന്നത് ഹൈക്കോടതി പ്രത്യേകമായി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കണക്കുകൾ റിപ്പോർട്ടായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകുകയും വേണം. അതിൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് വിശദമായി തന്നെ പരിശോധിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ആ തരത്തിൽ നിലപാടെടുത്തത്. അയ്യപ്പ സംഗമം നടത്താം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്.